അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മളിതാ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങളെ വീടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കൊടുവും കിലും ഇങ്ങനെ കുറേ നേരമൊക്കെ മുറ്റത്തൊക്കെ കളിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കുളിച്ച് റെഡിയായിട്ട് തറവാട്ടിലൊക്കെ ഒന്ന് പോകണം. അവിടെ വലിയച്ഛനും വലിയമ്മനെയും എല്ലാവരും കാണാനുണ്ട്. കുറേ വീടുകളുണ്ട് തറവാട്ടിൽ. മെയിൻ തറവാട്ടിലെ വീടും പിന്നെ ബാക്കി എല്ലാവരും വീട് വെച്ചിരിക്കണമൊക്കെ അവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകണം. 6 മാസമായി വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു പ്രത്യേക ഫീൽ കേട്ടോ, ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് ആ ഫ്ലാറ്റിൽ ഇങ്ങനെ അടച്ചുകൂട്ടിയിരിക്കുമ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടൊരു പൊറുതിയേടായി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുറ്റത്ത് നമുക്ക് കൈയെത്തുന്ന രീതിയിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. 3 വർഷം കൂടുമ്പോഴാട്ടെ ഈ മാവിൽ മാങ്ങ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഏട്ടൻ ജനിച്ചു വളർന്ന തറവാട്ടിലേക്കും സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുളം കണ്ടപ്പോൾ ഏട്ടൻ ഇതിൽ കുറേ കുളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കിലു കൂടുമൊക്കെ കളിയാക്കുകയാണ് ഏട്ടനെ. കണ്ടില്ല അവിടെ ഒരു മഞ്ചാടി വൃത്തിയായിട്ട് എനിക്ക് നോക്കട്ടെ. ഒരു 4 കൊണ്ട കയ്യില് ചേർത്ത് ആ ഇവിടെയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരായിരുന്നില്ലേ? ശനി ഞായറൊക്കെ 2 ദിവസമൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട്. തറവാടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് മഞ്ചാടി വീഴുന്ന ഒരു മരമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മഞ്ചാടിക്കുരു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന സമയത്ത് ഇവരെ പോലെ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മഞ്ചാടിക്കുരൊക്കെ കാണുമ്പോൾ ഞാൻ പെറുക്കി കൊണ്ടുപോയിരുന്നു. ഇനി ഇവിടെ തൊട്ടാണ് കേട്ടോ എല്ലാ വലിയച്ഛന്മാരും ചെറിയച്ഛന്മാരൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മതിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത വീട്, ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത വീട്. അപ്പോൾ ഇത് തറവാടാണ്. ഇത് ചെറിയ അച്ഛമ്മ ഒക്കെ നിൽക്കുന്ന തറവാടാണ്. ഇവരെല്ലാവരും അപ്പര എന്നൊക്കെ കേട്ടോ പറയുക. പിന്നെ കോഴിക്കോട് പറയുന്ന രീതികൾക്കൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തുമൊക്കെ കയറി തിരിച്ചിനി വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.